ഹായ് ചങ്കുകളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിരിക്കട്ടെ. നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോ കൂന്തൽ റോസ്റ്റ്, കണവ എന്നൊക്കെ പറയും, നമ്മൾ കൂന്തൽ എന്ന് പറയും. കൂന്തൽ റോസ്റ്റ്. അപ്പോൾ നമ്മൾ 1 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ അത് ഞാൻ എൻ്റെ രീതി കാണിക്കണേ, അത്രേ ഉള്ളൂ. നമുക്കത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. നമ്മൾ റിങ് പോലെയാണ് മുറിക്കണത്. അതിനകത്ത് കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല. വെറുതെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ഇത്രേ ഉള്ളൂ. പിന്നെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. നമ്മൾ രണ്ടാമതും കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്ക്. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത കൂന്തലിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും തിരുമ്മി നമ്മളിത് ആദ്യം വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് ഇനി വേവിക്കാൻ വയ്ക്കാം. നമ്മൾ ആദ്യം വേവിച്ചിട്ടാണ് ഇത് റോസ്റ്റ് ആക്കണത്. ഇത് നമ്മളിപ്പോൾ അതിനകത്ത് 1 സവാള, 1 ചെറിയ തക്കാളി, 3-4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ലേശം വെളുത്തുള്ളി. നമ്മളിപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിത് ചട്ടാപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇതിന് വെച്ചേക്കുന്ന ഐറ്റംസൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ വഴറ്റെടുക്കുന്നുണ്ട്. നമ്മളിതിനകത്തേക്ക് 1 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും. നമ്മളിപ്പോൾ അതിനകത്ത് കൂന്തൽ വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഉപ്പ് കൂടിയ പണി പാളും. നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടിയിട്ട് വഴറ്റി സെറ്റാക്കുന്നുണ്ട്. എനിക്ക് ഞണ്ട്, ചെമ്മീൻ, കൂന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഏറ്റവും ഇഷ്ടം ഞണ്ടാണ്. ഇപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു. നമുക്ക് ഇതിനകത്തേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ടീസ്പൂൺ കേട്ടോ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ലേശം മതി. മീനിനൊക്കെ റോസ്റ്റ് ആക്കുമ്പോൾ മല്ലിപ്പൊടി അധികം പാടില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞിട്ടാ, അത് പലരും പല ഇഷ്ടക്കാരുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ആ തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് എല്ലാത്തിൻ്റെ ഇത് പച്ചമണം ഒന്ന് പോകണം. നമുക്ക് തക്കാളി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിക്കുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് കൂന്തൽ വേവിച്ച് വെള്ളമുണ്ട്, അത് ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇന്ന് ഈ ഒഴിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ വറ്റി ഡീസൻ്റായി. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മസാലയുടെ പരിപാടി ഏകദേശമൊക്കെ ഫിനിഷായി. നമുക്ക് ഇനി വേവിച്ച് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇടാം. എന്നിട്ട് റോസ്റ്റാക്കി എടുക്കുക. നല്ല അടിപൊളി സാധനമാണ്. ഇതിലിപ്പോൾ ലേശം കൂടി വെള്ളമായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് റോസ്റ്റ് പരിവായിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്ക്, അടിപൊളി സാധനം, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മളെ കൂന്തലിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡീസൻ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ലേശം വേപ്പില ഇട്ട് ഇറക്കി വയ്ക്കുക. നമ്മളിതിനകത്ത് മല്ലിയില ഉപയോഗിക്കാനില്ല. എങ്കിൽ ആദ്യമേ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ മല്ലിയില ഉപയോഗിക്കാറില്ല. അപ്പോൾ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെ കൂന്തൽ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായും കാണണം. അപ്പോൾ നന്ദി, നമസ്കാരം.